ആ അടുത്ത നമ്മുടെ മീനാക്ഷി മോളെടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ മോള് കണ്ടിട്ടുള്ളതിൽ പഴയ തലമുറ പിന്നെ പുതിയ തലമുറ ഇവരിലുള്ള ഒരു മൈനസ്, കോമൺ ആയിട്ട് മോള് കാണുന്ന ഏറ്റവും വലിയൊരു ന്യൂനത. മോള് പുതിയ തലമുറ, ഞാൻ പഴയ തലമുറ. അപ്പോൾ എന്നെയും മോളെയും വെച്ച് കമ്പയർ ചെയ്ത് പറയണോ? അത് വേണ്ട. അപ്പൊ കോമൺ ആയിട്ട് മോള് കണ്ടിട്ടുള്ളതിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യം, മൈനസ് ആയിട്ടുള്ള കാര്യം മോള് പറഞ്ഞു. ചേച്ചി, ഞാന് ഈ ചോദ്യം ചേച്ചി ചോദിച്ച ടൈമില് ഞാൻ നല്ല രീതിക്കൊന്ന് ചിന്തിച്ചപ്പോ എനിക്ക് രണ്ട് രീതി തോന്നി. ഒന്ന് ഒരു ന്യൂനതയും, ഒന്ന് കുറച്ച് ഇപ്പോഴത്തെ തലമുറ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും. അപ്പം ആദ്യം ഞാൻ ന്യൂനത ബേസ് ചെയ്ത് പറയാം. അപ്പൊ വാല്യൂ എന്നുള്ള ഒരു ടോപ്പിക് എടുത്താല് പഴയ തലമുറ കുറച്ച് ഓവറായിട്ട് വാല്യൂ കൊടുക്കും. ഇപ്പം ഒരു മനുഷ്യൻ നമ്മളുടെ ഒരു കാര്യത്തെ കുറിച്ച് വന്ന് പറയുകയാണെങ്കിൽ അതിന് ഓവർ വാല്യൂ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് ഒന്നിനും വാല്യൂ കൊടുക്കത്തില്ല. ഇപ്പം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അതിനും വാല്യൂ കൊടുക്കത്തില്ല, ആവശ്യമുള്ള കാര്യത്തിനും കൊടുക്കില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനും കൊടുക്കില്ല എന്നുള്ളൊരു രീതിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യം ന്യൂനത തോന്നി. പിന്നെ ഒന്ന് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കുറ്റം എന്ന ബേസിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന, ഇപ്പോഴത്തെ തലമുറ ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നില്ല എന്ന് പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വീക്ഷിച്ചൊന്ന് നിരീക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി പഴയ തലമുറ അനുഭവം കൊണ്ട് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. അവരൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ വന്നോ അത് ബേസ് ചെയ്ത് അവർ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷെ ഇന്നത്തെ തലമുറ എന്തെങ്കിലും ഒരു തിയറി ബേസ് ചെയ്ത് വന്നാൽ അതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധൻ ബേസ് ചെയ്ത് എന്തെങ്കിലും തിയറി, അതിൽ വരുന്ന ബുദ്ധന്റെ കഥകളെടുത്ത അവസാനം ഒരു പാഠം കാണും, അത് ബേസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചപ്പോൾ മക്കളെ മോള് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലായി. വളരെ നല്ലൊരു കാര്യമാണത്. അതായത് ഇപ്പൊ പണ്ടുള്ളവര് ഇപ്പൊ നാട്ടുകാരെന്ത് പറയും എന്നതിന് വളരെ സ്ഥാനം കൊടുക്കും, മറ്റുള്ളവരിങ്ങനെ കാണും. പക്ഷെ പുതിയ തലമുറ ആരെന്ത് പറഞ്ഞാലും ഒരു ഇതുമില്ല. ശരിയാണ്, നല്ലതാ. അതായത് അതിൽ കൃത്യമായ രീതിയിൽ എടുക്കണം, അല്ലെ? ഓവർ വാല്യൂം കൊടുക്കരുത്, എന്നാ കളയേണ്ടത് കളയും ചെയ്യണം. ഇത് രണ്ടിലും തിരുത്തപ്പെട്ടാൽ വളരെ വലിയ ചേഞ്ച് തന്നെയാണ്. മോള് കണ്ടെത്തിയ മൈനസ് നല്ലൊരു മൈനസാണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അവരുടെ അനുഭവങ്ങളിലൂടെയുള്ള അണ്ടർസ്റ്റാൻഡിങ്. പുതിയ തലമുറയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ കുറവായതുകൊണ്ട് കിട്ടുന്ന ചില തിയറികൾ, ഏതെങ്കിലും സെൻറ്റൻസ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതും വളരെ നല്ലതാണ്. വളരെ നല്ല കാഴ്ചപ്പാട് കേട്ടോ. അപ്പം മക്കളെ, നിങ്ങൾ എല്ലാവരോടുമായിട്ട് പറയുവാണ് കേട്ടോ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾക്കും വളരെ മികച്ച രീതിയിലാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും രീതിയിൽ ചിന്തിച്ചത്. എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരാണ്, അവരവരുടെ രീതിയിലായിരിക്കും, അവരവരുടെ കാഴ്ചപ്പാടിൽ അവരവരതിന് ഉത്തരം കണ്ടെത്തും.